ഹലോ ഫ്രണ്ട്സ്, ഇത് സ്പീച്ചിൻ്റെ ഒരു കോമൺ ഫോർമാറ്റാണ്. എല്ലാ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ ഇംഗ്ലീഷ് എക്സാമിന് ഇത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് പോർഷൻ ഇൻട്രോ പാർട്ടാണ്. ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ഓഗസ്റ്റ് പേഴ്സണാലിറ്റീസ്, other dignitaries on and off the stage, and my dear friends. Good morning to all. ബഹുമാനപ്പെട്ട അധ്യാപകരെ, മറ്റു വേദിയിലിരിക്കുന്നതും വേദിക്ക് പുറത്തുമായിരിക്കുന്നതുമായ എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓൺ ദിസ് auspicious occasion, I am so glad to speak about dash. ഈ മഹത്വമായ മുഹൂർത്തത്തിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ആ ഡാഷ് എന്നുള്ള ഭാഗത്ത് ടോപ്പിക്കിൻ്റെ നെയിം എഴുതുക. ഏത് വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ പറയാൻ പോകുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ചുള്ള ഹെഡിങ് അവിടെ കൊടുക്കുക. നെക്സ്റ്റ് ലൈനിൽ ഫസ്റ്റ് ഓഫ് ഓൾ I express my heartfelt and deep gratitude to Almighty who empowered to stand before you. നെക്സ്റ്റ് 4 to 5 ലൈൻസ് ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ കണ്ടൻറ്റ് എഴുതുക. ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണോ നമ്മൾ എഴുതാൻ പറഞ്ഞത് ആ വിഷയത്തെ കുറിച്ചുള്ള കണ്ടൻറ്റ് എഴുതി കൊടുക്കുക. ഈ മിഡിൽ പോർഷനിലാണ് കണ്ടൻറ്റിനെ കുറിച്ച് എല്ലാതും എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് തേർഡ് പാരഗ്രാഫ്, അതായത് ഈ കണ്ടൻറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് 3 to 4 ലൈൻസ് തന്നെ, നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് 4-5 ലൈൻസ് വരെ എഴുതാം. വിഷയം എന്താണോ തന്നിരിക്കുന്നത് അതിനെ ആസ്പദമാക്കി ഷോർട്ടായിട്ട് ഈ വരിയിൽ കൊടുക്കുക. ഏത് സ്പീച്ചിനെ കുറിച്ചാണോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതൊക്കെ ഇംഗ്ലീഷിൽ ഷോർട്ടാക്കിയിട്ട് എഴുതി കൊടുക്കുക. അതിനുള്ള ഭാഗമാണ് മിഡിൽ പോർഷൻ. മിഡിൽ ഭാഗം കണ്ടൻറ്റ്. ലാസ്റ്റ് പോർഷനിൽ കൺക്ലൂഷനായിട്ട് നമുക്ക് ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് പ്രേയിങ് ഫോർ ബെറ്റർ ടുമോറോ വിത്ത് കളർഫുൾ ഡ്രീം, പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. നല്ല ഒരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എ ബൊക്കെ ഓഫ് താങ്ക്സ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. താങ്ക് യു. സ്നേഹത്തിൻ്റെ പ്രകടമായിട്ടാണ് ഈ ലാസ്റ്റ് ലൈൻ പറയുന്നത്. എ ബൊക്കെ ഓഫ് താങ്ക്സ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ലാസ്റ്റ് ലൈൻ പറയുന്നത്. ലാസ്റ്റ് കൺക്ലൂഷനിൽ വരുന്നതൊക്കെ സ്പീച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല വേർഡ്സാണ്. ഇത് ജസ്റ്റ് ഒരു കോമൺ സ്പീച്ചിൻ്റെ ഫോർമാറ്റ് മാത്രമാണ്. ഇതിൽ പല മാറ്റങ്ങളും വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ ഫോർമാറ്റ് നിങ്ങൾക്കൊരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ഫോർമാറ്റ് എഴുതിയിട്ട് ടോപ്പിക്കും കണ്ടൻറ്റും മാറ്റി കൊടുത്താൽ മതിയാകും. കണ്ടൻറ്റിൽ നിങ്ങളുടേതായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് പോയിൻറ്റ്സ് എഴുതുമ്പോൾ നല്ല ഇംഗ്ലീഷിൽ നല്ല വേർഡ്സിൽ എഴുതാൻ ശ്രമിക്കുക. ചാപ്റ്റർ നന്നായി പഠിച്ച് ഈ ഫോർമാറ്റും നന്നായി പഠിച്ച് നിങ്ങളുടേതായിട്ടുള്ള നല്ല ഇംഗ്ലീഷിൽ എഴുതിയാൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിൽ നേടാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെയുള്ള കോമൺ ഫോർമാറ്റുകളുമായിട്ട് ഓരോ വീഡിയോയിലും കാണാവുന്നതാണ്. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങിക്കാവുന്നതാണ് സ്പീച്ചിൻ്റെ ഭാഗത്തിൽ. ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു ഫോർമാറ്റാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇതിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെയുള്ള നല്ല ഫോർമാറ്റുകളുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.